നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിൻ്റെ പുണ്യം എൻ്റെ കടയിലെ കസ്റ്റമേഴ്സിനും ലഭിക്കുമെന്ന യശോറാം സിൽവർ മാൾ ചെയർമാൻ യശോറാം ബാബു. കൊടുമ്പ് പഞ്ചായത്തിലെ 10ഓളം കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ വിഷു കൈനീട്ടമായി നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടുകൂടി 100 മെഷീനുകൾ കൊടുത്തു കഴിഞ്ഞു. ഓൺലൈൻ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാതെ എന്നെ പോലുള്ള പാരമ്പര്യ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതുവഴി കുറച്ചു പേർക്ക് ജോലി ലഭിക്കുകയും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കുറച്ചു പേർക്ക് സ്വയം തൊഴിലിന് അവസരം ഉണ്ടാക്കി കൊടുക്കാനാവുമെന്നും യശോറാം ബാബു പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP കൊടുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് M. ദീപക്, അരുൺ L, രമ B, BJP നേതാക്കളായ ഉഷ ബാലചന്ദ്രൻ, വിധു K, സിജു മോൾ, സുരേഷ് ബാബു K, ശ്രീജിത്ത് R, ഷിബു K, പൊതുപ്രവർത്തകരായ ശിവകുമാർ S, ജയകൃഷ്ണൻ A, അശോകൻ എന്നിവർ പങ്കെടുത്തു. വളരെ നല്ലൊരു സൽപ്രവൃത്തിയാണ് യശോറാം ബാബു ചെയ്തതെന്ന് ഇവിടെ കൂടി നിന്നവർ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞു. 100 മെഷീൻ കൊടുത്തതുവഴി 100 കുടുംബങ്ങളാണ് ഉപജീവനമാർഗം കണ്ടെത്തിയതെന്നും അവർ പറഞ്ഞു. നമസ്കാരം, ഞാൻ യശോറാം ബാബു. യശോറാം സിൽവർ മാളിൻ്റെ വിഷു കൈനീട്ടം എന്ന ഒരു പദ്ധതിയാണ് നടക്കാൻ പോകുന്നത്. കുടുംബ പഞ്ചായത്തിലെ 10 കുടുംബങ്ങൾക്ക് സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലെ തലൈവർ കഴിഞ്ഞ ദീർഘകാലമായി നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ പാലക്കാട് ടൗണിലും ടൗണിന്റെ പരിസര ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നടത്തി വരുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് ഇത്രയേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ പാലക്കാട് നഗരത്തിൽ വേറെ ഇല്ല. സാധാരണ കച്ചവടക്കാരെ സംബന്ധിച്ച് പറയുക, കിട്ടുന്ന ലാഭം മുഴുവൻ വെട്ടിക്കൊണ്ടുപോകുന്ന ആളുകളായിട്ടാണ്. പക്ഷെ ബാബുവിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു താങ്ങായിട്ടും തണലായിട്ടും മാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരിക. അദ്ദേഹം ശരിക്കും പാലക്കാടിന്റെ ഒരു സേവന മുഖമാണ്. സുരേഷ് പറഞ്ഞ പോലെ സേവന മുഖമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ആണ് സമൂഹത്തിൽ, ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരാണ് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത്. അദ്ദേഹം ഈ 100 മെഷീനോടുകൂടി അവസാനിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും വലിയ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവും. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക്, ദീപകനെയും അതുപോലെ രാഹുലിനെയും രമചേച്ചിയും പോലെയുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ സേവന രംഗത്തുള്ള പൊതുപ്രവർത്തന രംഗത്തുള്ള ഉഷേച്ചി, അതുപോലെ വിധു, ഇവർക്കൊക്കെ വലിയൊരു പ്രചോദനവും സഹായവുമാണ് ബാബുവേട്ടന്റെ ഈ പ്രവർത്തനം. അവരെ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് അവരെ സമീപിക്കാറുണ്ട്. അവർക്ക് വലിയൊരു താങ്ങായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇന്ന് തയ്യൽ മെഷീൻ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഒരു വരുമാന മാർഗം കൂടി ബാബുവേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മുടെ ബഹുമാന്യായുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹം പ്രാവർത്തികമാക്കിയിരിക്കുക. ഓരോരുത്തരെയും ഓരോ സംരംഭകരാക്കണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുക. അങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ബാബുവേട്ടന്റെ സേവന പ്രവർത്തനങ്ങൾ ഇനിയും തുടരട്ടെ. ഇന്ന് അദ്ദേഹത്തിന് സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹാശിസുകളും ലഭിക്കട്ടെ. കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് പടർന്ന് പന്തലിക്കട്ടെ. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവൂ. ബാബുവേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള, ഇതിന് നേതൃത്വം കൊടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ എന്റെ സഹപ്രവർത്തകർക്കും നന്ദി, നമസ്കാരം. ഈ 100 തയ്യൽ മെഷീനാണ് ഈ 2026 ഞാൻ 100 കുടുംബങ്ങൾക്ക് വേണ്ടി സ്വന്തമായി തൊഴിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിൽ അവസാനത്തെ 100ാമത്തെയാണിത്. ഇന്നത്തെ 10 ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. അതിനോടുകൂടി എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ നല്ലൊരു ഭാഗം എൻ്റെ കടയിൽ വരുന്ന ഉപഭോക്താക്കൾക്കും ഈ പുണ്യം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ വന്നാൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അവരോട് എനിക്ക് പറയാനുള്ളത്,
ഓൺലൈനെ പ്രോത്സാഹിപ്പിക്കാതെ എന്നെ പോലുള്ള കച്ചവടക്കാരെ വളർത്തിയാൽ അതിന്റെ പകുതി ജനങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇവിടെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കിഷോർ മാർജി 2 വാക്ക് നിങ്ങളോട് പറയുന്നതായിരിക്കും. കുടുംബകാരെ നിറഞ്ഞ പാലക്കാട് ജില്ലയിലെ സേവനമുഖമായിട്ടുള്ള ബാബുവേട്ടൻ യശോറം നമുക്കെല്ലാം അറിയാം. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. വിഷു പ്രമാണിച്ച് ഒരു 10 തേയിൽ മിഷൻ കുടുംബിന് കൈനീട്ടമായി നൽകാം എന്ന അദ്ദേഹം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ വിഷു കഴിഞ്ഞ ഉടനെ തന്നെ ആ വാക്ക് നിറവേറ്റിയിരിക്കുകയാണ്. അതിന് ഞങ്ങൾ കുടുംബ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.